ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ വീട്ടു ജോലി ചെയ്യുന്ന, അതായത് അടുക്കള ജോലി ചെയ്യുന്ന ആർക്കും, അതായത് സ്ത്രീക്കോ പുരുഷനോ ഉപയോഗപ്പെടുന്ന നല്ല ടിപ്സുകളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റമാണ്. ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരെ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കാണിക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയാണ്. അപ്പോൾ മിക്സി ഒരു ദിവസം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യാതൊരു ചിലവില്ല, വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സുകളാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാണ് മിക്സിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളെന്ന് നോക്കാം. നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം. ഡെയിലി നമ്മൾ ഉപയോഗിക്കും. പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമ്മൾ അരകല്ലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് പല വീടുകളും അതില്ല. പ്രത്യേകിച്ചിട്ട് ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നവർക്ക് ഒട്ടും സാധ്യത കുറവാണ്. അപ്പോൾ മിക്സി ഇല്ലാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. മിക്സി ഉപയോഗിക്കുന്നവർക്ക് ഈ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അറിയുന്നവരാണെങ്കിൽ അറിയാതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറേ കാലം കംപ്ലൈൻറ്റ് ഇല്ലാതെ മിക്സി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മിക്സിയുടെ ജാറിന്ന് തുടങ്ങാം. മിക്സിയുടെ ജാറിൽ ഉണ്ടാകുന്ന മെയിനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കാലമൊക്കെ പഴകി കഴിഞ്ഞാൽ മിക്സിയുടെ മൂടിയിൽ വാഷർ തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ അളവ് കറക്റ്റല്ലാതാവും. റബ്ബർ ആയതുകൊണ്ട് വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാഷറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കത് കറക്റ്റായി ടൈറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡാണ്. ഒരു 2 റബ്ബർ ബാൻഡ് ഇതുപോലെ എടുത്തതിന് ശേഷം അടപ്പിലോട്ടൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തൽക്കാലത്തുള്ള കാര്യങ്ങൾക്ക് വാഷർ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം വാഷറിനേക്കാളും ശരിക്കും ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വാഷർ ഇല്ലാതെ നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം. വാഷർ ലൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വാഷർ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. തൽക്കാല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം. ലൂസ് ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 1/4 മണിക്കൂറോളം നമ്മുടെ ഫ്രീസറിൽ ഈ വാഷർ വെക്കുക. അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ലൂസുള്ള വാഷർ നല്ല കറക്റ്റായിട്ട് ടൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മസാലകളും ഇതിൽ അരയ്ക്കുന്നതും പൊടിക്കുന്നതും കൊണ്ട് നല്ല രീതിയിൽ മസാല ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ നമുക്ക് മറ്റുള്ള പല കാര്യങ്ങളും, സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അരയ്ക്കാനോ പൊടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മസാലയുടെ മണം അതിലോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതുതരം മസാലയുടെ മണങ്ങളും ഈസി ആയിട്ട് മിക്സി ജാറിൽ നിന്ന് കളയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അതിന് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടി വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചായപ്പൊടിയുടെ പ്രത്യേകത, നമുക്ക് പല ബാഡ് സ്മെല്ലും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണ് ചായപ്പൊടി. അപ്പോൾ കുറച്ച് ചായപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം നമുക്ക് നല്ല രീതിയിൽ മൂടിയിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വയ്ക്കുക. മൂടി മാറ്റുക. ഈ വെള്ളം ഒന്ന് ഒഴിച്ച് കളഞ്ഞ ശേഷം സാധാ വെള്ളത്തിൽ കഴുകിയെടുത്തു കഴിഞ്ഞാൽ എത്ര കുത്തുന്ന മസാലയുടെ മണവും സെക്കൻഡ് കൊണ്ട് മാറുന്നതാണ്. ഇനി ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുനാരങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഒരു മുറി ചെറുനാരങ്ങ എടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ബാഡ് സ്മെല്ല് പോകുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നവും നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും. ഇനി മിക്സി ജാറിൽ ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നമാണ് നമുക്കിതിൻ്റെ ബ്ലേഡിന് മൂർച്ച കുറയുക എന്നുള്ളത്. അത് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും അരയ്ക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത്രയും കറണ്ട് ആവശ്യമുണ്ട്, അത്രയും മോട്ടറിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. 2-3 കാര്യങ്ങൾ വെച്ച് ചെയ്യാം, പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. മിക്സിയുടെ ബ്ലേഡ് മൂർച്ച കൂട്ടാൻ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് അരി. അത് ഏതൊരു അരിയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഇത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മൂർച്ച കിട്ടുന്നതാണ്. നമുക്കൊരു മാസത്തിൽ 1 തവണയൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലേഡിൻ്റെ മൂർച്ച കുറേ കാലം കുറയാതെ നിൽക്കും. ഇനി അരിയുടെ പകരം നമുക്ക് വേറൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ തോടുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റും. പക്ഷേ അരി എല്ലാവരുടെ വീട്ടിലും സ്ഥിരം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബ്ലേഡ് നല്ല രീതിയിൽ ടൈറ്റ് ആവും.
അതായത് ഇപ്പം നമ്മൾ പുളിയുള്ള സാധനങ്ങൾ, തൈര് അല്ലെങ്കിൽ പുളി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റോടെ മാറ്റണം. നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ പുളി ഐറ്റംസ് ഏത് സാധനങ്ങൾ നിങ്ങൾ അരക്കുകയാണെങ്കിലും പൊടിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്തണം. പ്രത്യേകിച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് ഒന്നും ഉള്ളിലോട്ട് ഇറങ്ങാതിരിക്കും. ടൈറ്റ് ആകുകയാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് കൂടിയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മിക്സി എടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്, കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ അടുപ്പിലൊന്ന് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ചൂടാക്കിയ വെളിച്ചെണ്ണ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് കറക്കി എടുക്കുക. കാരണം ഇതിനകത്തോട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ബ്ലേഡിനകത്തോട്ടൊക്കെ ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഭാഗത്തോട്ടെല്ലാം ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം നമ്മളിതുപോലെ മാറ്റി വയ്ക്കുക. അതായത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എത്ര സമയം മാറ്റി വയ്ക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഈ വെളിച്ചെണ്ണ മാറ്റിയിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറക്കി നോക്കിയാൽ അറിയാൻ പറ്റും നല്ല രീതിയിലുള്ള വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ പൈസ കളയണ്ട. കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ബ്ലേഡ് മാറ്റാൻ വേണ്ടി പറയും. അപ്പോൾ ഇതുപോലെ പൊടി കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഇതെല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പൈസയും നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് മിക്സി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, പലരും മിക്സി കംപ്ലൈൻ്റ് ആണെന്ന് പോലും വിചാരിക്കാറുണ്ട്. നമ്മുടെ ഈ പവർ സ്വിച്ച് നല്ല ലോഡ് മിക്സിയിലിട്ട് അരക്കുകയാണെങ്കിൽ പവർ സ്വിച്ച് ഓഫ് ആവുന്നതാണ്. പവർ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് നമ്മുടെ ഇത് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ മിക്സി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് കടയിൽ കൊണ്ട് കൊടുക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 2 തവണ ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ആ പവർ സ്വിച്ച് മോഡ് മുകളിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സിമ്പിൾ ഐഡിയ ആണ്. വിനീഗർ ഏത് സാധനവും പെട്ടെന്ന് ക്ലീൻ ആക്കുന്ന സാധനമാണ്. നമുക്കൊരു തുണി എടുത്തതിന് ശേഷം കുറച്ച് വിനീഗർ ഇതുപോലെ ആക്കുക. എന്നിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കറകൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഷൈനിങ് കിട്ടും. പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. വെള്ളമാണെങ്കിൽ കുറേ സമയം ഉണങ്ങാതിരിക്കും. ഇതാകുമ്പോൾ ആ സ്മെല്ലുള്ളത് കൊണ്ട് പ്രാണികളുടെ ശല്യം നല്ല രീതിയിൽ കുറയുന്നതാണ്. അപ്പോൾ ഇനി മുതൽ മിക്സി ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിനീഗർ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും. പിന്നെ അടുത്ത് മിക്സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും 1, 2, 3 എന്നാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴും നമ്മൾ ഇത്ര തവണ മിക്സി ഉപയോഗിക്കുകയാണെങ്കിലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഈ പി എന്ന് കാണുന്ന ഒരു ഭാഗത്തോട്ട് ഈ സ്വിച്ച് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം 1, 2, 3 എന്നാക്കുക. പലരും ശ്രദ്ധിക്കാറില്ല. മോട്ടറിന്റെ ആയുസ് നല്ല രീതിയിൽ കൂടുന്നതാണ്. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മിക്സിയും വർഷങ്ങളോളം യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. യാതൊരു പൈസ ചിലവില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വെറൈറ്റി ടിപ്സിനെ കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.